थे। അതെ, കർത്താവരിദാസൻ പാടിയ പാട്ട് നമ്മൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് അറിയത്തില്ല. परमेश्वर के दास ने जो गीत गाए, हम में से कितने ने ध्यान दिया नहीं पता। എന്നാൽ താൻ എടുത്ത് പാടിയ ഒരു ഭാഗമുണ്ട്. लेकिन उन्होंने एक भाग है जो गाए थे। ആ തിരുമേനിക്ക് ഒരു അപമാനം ഉണ്ടാകാതെ വണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പാടുവാനിടയെ. मालिक को जो एक अपमान हुए बिना ऐसे गीत गाए उन्होंने। എന്ന് പറഞ്ഞാൽ വാക്കിനാലോ ചിന്തയാലോ പ്രവൃത്തിയാലോ നമ്മിൽ കൂടെ ഒരു അപമാനം ദൈവത്തിനുണ്ടാകരുത്. मतलब कोई शब्दों से, कोई वाक्यों से परमेश्वर को कुछ अपमान नहीं होना चाहिए। പലപ്പോഴും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകൾ ദൈവനാമത്തിന് അത് അപമാനം ഉണ്ടാക്കുന്ന രീതിയാണ്. कई बार हमारे जो शब्द है परमेश्वर को अपमान हो जाते हैं। ദൈവവചനം പറയുന്നു, ആമേൻ, ദൈവ മക്കൾ, അതായത് യെശയ്യാവ് പറയുന്നു, നിങ്ങൾ മുഖാന്തരം എന്റെ നാമം ലജ്ജിക്കപ്പെടും. इसी के यशायाह में कहता है कि तुम्हारे वजह से मेरा नाम का लज्जित होता है। അതെ, ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ മുഖാന്തരം ദൈവനാമം ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടവരുത്തരുത്. जो परमेश्वर के नाम से बुलाए गए, हमारा कभी भी वो नाम जो है परमेश्वर का लज्जित नहीं होना चाहिए। കാരണം ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുന്നത്. क्योंकि परमेश्वर का नाम का महिमा के लिए परमेश्वर हमें बुलाकर अलग किया हुआ है। ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തെ ചിന്തിച്ചുകൊണ്ട് വരുന്ന വിഷയം അതാണ്. और हम भी इन दिनों में परमेश्वर के वचन में यही सोच के आ रहे हैं। ക്രിസ്തീയ ജീവിതം അനുസരണത്തിന്റെ ജീവിതം. मसीह जिंदगी जो है आज्ञाकारी होने का जिंदगी है। അതെ, ക്രിസ്തീയ ജീവിതം, ആമേൻ, അനുസരണത്തിന്റെ ജീവിതമാണ്. मसीह जिंदगी आज्ञाकारी होने का जिंदगी है। അപ്പോ കർത്താവിന്റെ നാമം മഹത്വപ്പെടുക്കണം, നമ്മിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. तो परमेश्वर का नाम हमारे द्वारा महिमा पाना है। അതിലേക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. इसीलिए परमेश्वर ने बुलाया है। ആമേൻ. എന്നാൽ ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ ദൈവനാമം മഹത്വം എടുക്കുകയാണോ ദുഷിക്കപ്പെടുകയാണോ എന്ന് നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. परंतु जब हम आंखें उठा के देखेंगे तो परमेश्वर का नाम जो है खराब हो रहा है या अच्छा हो रहा है, वो हम सोचने की बात है। കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. क्योंकि पौलुस कहता है कि जब तुम लोग एकत्र होते हो तो परमेश्वर के नाम की महिमा होनी चाहिए। കാരണം ഇന്ന് നമ്മൾ കൂടി വരുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത്. क्योंकि हम इकट्ठा होने का सोशल मीडिया तय करता है। നമ്മുടെ ഓരോ ചലനങ്ങൾ പോലും സോഷ്യൽ മീഡിയ അത് പകർത്തി അത് പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. हमारा एक एक चाल चलन भी जो है सोशल मीडिया वो देख के वो बताता है। അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ऐसा है तो हमें इन दिनों में परमेश्वर के नाम का महिमा देना चाहिए। കാരണം അനുസരണത്തിൽ കൂടെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. क्योंकि जो है आज्ञाकारी होने से अनुग्रह प्राप्त कर सकते हैं। ദൈവസന്നിധിയിൽ അനുസരണമുള്ളവരായി തീരുമ്പോൾ അവിടെ അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर के नाम में जो है हम अ, अगर आयकारी होते हैं तो वहां पे हम देखते हैं कि वहां पे हम बात को मानते भी हैं। അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാം അനുസരിച്ചു, അവനത് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീർന്നു. अब्राहम को बुलाने से अब्राहम जो है आयकारी हुआ और इसलिए उसने अनुग्रह पाया। നോഹയെ ദൈവം വിളിച്ചു, നോഹയോട് ദൈവം പറഞ്ഞതനുസരിച്ചു, അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. नोहा जो है उसने आयकारी हुआ, इसलिए उसका और उसका परिवार जो है उद्धार पाया। ഏലിയാവിനോട് ദൈവം കൽപ്പിച്ചു, അവനോട് ദൈവം പറഞ്ഞു, അവൻ അതുപോലെ ചെയ്തു. एलिया को आज्ञा दिया था, उसने वैसे किया। എന്നാൽ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവൻ മരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. परंतु उनके जीवन में मुश्किल आने के समय मरने तक गया। അതെ, ദൈവമക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഇനി മരിച്ചാൽ മതിയെന്ന്. परमेश्वर के बच्चों के जीवन में जो मुश्किल आने से मैंने सुना है कि वो बोलते कि मरने का बस है। ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ 4 മണിക്കുള്ള മലയാളം മീറ്റിംഗിൽ ഒരാൾ വന്നിങ്ങനെ പറയാനിടയായി തീർന്നു. जो है 4 बजे का मीटिंग में एक जन ने ऐसा कहा। എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ്, എനിക്ക് മരിച്ചാൽ മതി, ഇനി ജീവിക്കണ്ട. मेरे जीवन में मुश्किल आने से मैंने कहा कि ऐसा, उन्होंने कहा कि अभी मर जाओ तो अच्छा है, अभी नहीं जीना है। എന്നാൽ ഞാൻ ദൈവവചനം പഠിച്ച സമയത്ത് परंतु मैं परमेश्वर वचन पढ़ने के समय അങ്ങനെ പ്രാർത്ഥിച്ച ചിലരെയൊക്കെ ദൈവം ജീവനോടെ എടുക്കുകയും അവർക്ക് ദീർഘായുസ് നൽകിയതായിട്ടാണ് തിരുവചനം പറയുന്നത്. वैसे पढ़े लोगों को जो है परमेश्वर ने आयु और दिया करके मैंने भी देखा है।
ആ ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചു മരിച്ചാൽ മതിയെന്ന്. പക്ഷെ ഏലിയാവിനെ ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തി. एलिया ने बोला कि मरेगा तो काफी है, तो लेकिन परमेश्वर ने उसको जो है और आयु दिया। എന്ന് പറഞ്ഞാൽ അവൻ മരണം കൂടാതെ എടുക്കപ്പെട്ടു. मतलब क्या है, वो मृत्यु नहीं हुआ, लेकिन वो उठा लिया गया। അവന്റെ പ്രശ്നത്തിന്റെ മധ്യ, പ്രതിസന്ധിയുടെ മധ്യ അവൻ മരിക്കുവാൻ ആഗ്രഹിച്ചു. उनके प्रश्न के बीच में और जो मुश्किल के बीच में मरना के चाहा, പക്ഷെ ദൈവം അവനെ മരിക്കുവാൻ അനുവദിച്ചില്ല. परमेश्वर ने उसको मरने नहीं दिया। അതെ, മരണം കൂടാതെ അവനെ എടുക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. जो है मृत्यु बिना वो जी उठा, वैसे हुआ उनके साथ। ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോയ എന്റെ ജീവൻ തീർന്നു, ഇനി ഞാൻ മരിക്കത്തേ ഉള്ളൂ എന്ന് അവൻ പലപ്പോഴും പറഞ്ഞു. तो दावीद जो है बोला कि वो ऐसा होगा करके, लेकिन वो जी जी रहा है। എന്നാൽ അവൻ വാർദ്ധക്യമുള്ളവനായി മരിക്കുവാൻ ഇടയായി തീർന്നു. वो एकदम उम्र होके मरने के लिए हुआ। അപ്പൊ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ട്, പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് മരണമല്ല ആഗ്രഹിക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. तो जीवन में मुश्किल होने के समय, कुछ समस्या होने के समय मरने के बारे में नहीं सोचना चाहिए। നമ്മൾ പലരും അങ്ങനെയാ ചെയ്യുന്നത്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇനി ജീവിക്കേണ്ട, മരിച്ചാൽ മതിയെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? हम में से कई लोग ऐसे ही है ना कि अभी कुछ भी समस्या होने के समय ये मरना ठीक है करके सोचते हैं। എന്നാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. परंतु वो मुश्किल को सामना करने के लिए अगर आप प्रार्थना करते तो परमेश्वर सहायता करेंगे। ആമേൻ. ആമേൻ, മോശയുടെ ജീവിതം നോക്കിയാലും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. हम मूसा का जिंदगी देखने के समय भी हम यही देख सकते हैं। ജീവിതത്തിലെ ആമേൻ ഓരോ വ്യക്തികളുടെ ജീവിതവും നമ്മൾ പരിശോധിക്കുമ്പോൾ हर एक जन के जो है हम जिंदगी देखने के समय ആമേൻ ദൈവം ആമേൻ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. परमेश्वर ने उनके जीवन में किया बातों को देख सकते हैं। നിശ്ചയമായിട്ടും ആമേൻ ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. निश्चय है कि जो आज भी परमेश्वर की आत्मा हमारे बीच में काम कर रही है। ആമേൻ. നമുക്ക് ഒരു വേദഭാഗം ഒന്ന് ചിന്തിക്കാം. हाँ, हम एक वचन देखते हैं। ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. हम पढ़ते यहोशू किताब, उसका पहला अध्याय, उसका दूसरा आयत। യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. यहोशू उसका पहला अध्याय, उसका दूसरा आयत। मेरा दास मूसा मर गया है, सो अब तू उठ, कमर बांध और इस सारी प्रजा समेत यरदान पार होकर उस देश को जा जिसे मैं उनको अर्थात इस्राएलियों को देता हूँ। आमीन। ആമേൻ. ഇവിടെ ദൈവം യോശുവയോട് സംസാരിക്കുന്നത്, तो यहाँ पे यहोशू से ऐसे बात करते परमेश्वर, എന്റെ ദാസനായ മോശ മരിച്ചു. जो मेरा दास मूसा मर गया है। ആ ഇതുവരെയും നിങ്ങളെ നടത്തി കൊണ്ടുവന്ന, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് നിങ്ങളെ നടത്തി കൊണ്ടുവന്ന മോശ മരണപ്പെട്ടു. अब तक जो है तुम्हें लेके आया वो मूसा जो है मर गया है। എന്നാൽ ഇനി നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. परंतु और तुम्हें से चिंतित होके बोझ में नहीं रहना है। മോശ മരിച്ചത് കൊണ്ട് നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. मूसा मरने के तुम्हारा जो है जो यात्रा है वो नहीं अंत हो रहा है। നിങ്ങൾ എവിടേക്ക് പോകുവാനാണോ പുറപ്പെട്ടത് അവിടം വരെയും നിങ്ങൾ എത്തിച്ചേരണം. तुम जहाँ को जाने निकले हो वहां तक तुम्हें पहुंचना है। അതിന് നേതൃത്വം മാറിയാലും നടത്തുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. तुम जो है वहां पे अगुवाई करने वाला अगर बदला तो भी तुम्हें जो चलने का रास्ता नहीं बदलता है। കാരണം ഈ ജനം ഇതുവരെയും നോക്കിയത് മോശയാണ്. क्योंकि ये जन जो अभी तक देखा हुआ मूसा को है। ഹോരേബ് പർവ്വതം മുതൽ അവർ ദൈവത്തെ അത്രത്തോളം ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. होरे पर्वत तक जो है परमेश्वर को उतना वो लोग भय मानते थे। ആ ഹോരേബ് പർവ്വതം വരെ നോക്കിയാൽ അവർ അത്രത്തോളം ദൈവത്തെ ഭയന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. वो होरे पर्वत देखने से में हमें इतना जो है नहीं पता चलता है। എന്നാൽ ഹോരേബ് പർവ്വതം മുതൽ അവർ ദൈവത്തെ അധികം ഭയപ്പെടുവാൻ തുടങ്ങി. परंतु होरे पर्वत तक वो देखते हैं कि वो परमेश्वर को और भय मानते गए। അവർ ദൈവത്തെ കണ്ടത് മുതൽ അവർ ദൈവത്തെ അധികം ഭയപ്പെടുവാൻ തുടങ്ങി. वो जब से परमेश्वर को देखा तब से वो जो है और भय मानने लगे। തീയിൽ വെളിപ്പെട്ട് വന്ന ദൈവത്തിന്റെ ശക്തിയെ അവർ മനസ്സിലാക്കി. आग के बीच में जो प्रकट हुआ वो परमेश्वर का शक्ति उन्होंने देखा। ആ ദൈവത്തിന്റെ പ്രകാശം അവർ മനസ്സിലാക്കി. वो परमेश्वर का जो है प्रकाश उनको समझा। അവർ മോശയോട് പറഞ്ഞത്, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, നീ സംസാരിച്ചാൽ മതി. उन्हें मूसा से कहा कि परमेश्वर हमसे बात ना करे, तुम बात करो। കാരണം ഈ ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ
ഭസ്മമായി പോവും, ഞങ്ങൾ ദഹിച്ചു പോവും. क्योंकि ये परमेश्वर हमसे बात करेगा तो हम भस्म हो जाएंगे करके बोलते हैं। അതുകൊണ്ട് ഈ ദൈവമല്ല ഇനി സംസാരിക്കേണ്ടത്, നീ ദൈവത്തിൽ നിന്ന് കേട്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി. इसीलिए परमेश्वर हमसे बात ना करे, तुम परमेश्वर से बात करके हमें प्रकट करो करके बोलते हैं। അവർ പലപ്പോഴും ദൈവത്തെ നിസാരമായി കണ്ടത്, वो कभी कई बार परमेश्वर को ऐसे ही करके देखा है। കാരണം ദൈവം അത് ചെയ്യാൻ കഴിയുമോ ഇത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദ്യം ചോദിച്ചവരാ. क्योंकि परमेश्वर ये कर सकते हैं, क्या वो कर सकते हैं करके उन्होंने सवाल किया है। ദൈവത്തിന് വിരോധമായി പെറുപെറുത്തവരാ. परमेश्वर के विरोध में उन्होंने जो कुड़कुड़ाया है। എന്നാൽ ഇവിടെ ഇതാ ദൈവത്തെ കണ്ടതിന് ശേഷം അവർ ഭയപ്പെടുവാൻ തുടങ്ങി. लेकिन यहाँ पे परमेश्वर को देखने के बाद वो भय मानने लगे। ഈ ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് ആമേൻ ദൈവവുമായിട്ട് ഇടപഴകുവാൻ അവർ ഭയപ്പെടുവാൻ തുടങ്ങി. तो परमेश्वर से जो है वो लोग भय मानने लगे। എന്നും ഭയമില്ലാതിരിക്കുന്ന ഇടത്ത് ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും അവർ ദൈവത്തെ ഭയപ്പെടും. तो निश्चय वो लोग जो है आज परमेश्वर को भय मानते हैं, निश्चय लोग भय मानेंगे। അപ്പൊ ഈ ദിവസങ്ങളിലും ആമേൻ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, ഭയമില്ലാതിരുന്നിടത്ത് ആ ദൈവ ഭയം വെളിപ്പെടുവാൻ. तो यहाँ पर जो भय नहीं है वहां पे परमेश्वर का भय प्रकट होना चाहिए। നമ്മുടെ ദേശത്തിലെ നമ്മുടെ അധികാരികളുടെ മുൻപാകെ ദൈവം വെളിപ്പെടണം. पर हमारे देश और हमारे अधिकारी के बीच में जो है परमेश्वर का वो प्रकट होना चाहिए। ദൈവത്തെ ഭയപ്പെടാതിരിക്കുന്ന ജനത്തിന്റെ മുമ്പേ ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും അവർ ദൈവത്തെ ഭയപ്പെടും. परमेश्वर से अगर भय नहीं मानते तो निश्चय है कि वे लोग जो है भय मानेंगे। കാരണം പലപ്പോഴും ഇസ്രായേൽ ജനങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ क्योंकि कई बार इजराइल जन शत्रु से जब भी जो है युद्ध करने के समय അവരെ ശത്രു അവൻ പേടിച്ചത് അവരെ കണ്ടല്ല, അവരിൽ വെളിപ്പെടുന്ന ദൈവത്തെ കണ്ടിട്ടാണ്. शत्रु उनसे नहीं डरे थे, बल्कि उनके अंदर जो है वो प्रकट हो रहा है परमेश्वर से डरे थे। അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ടിട്ടാണ് ശത്രു തോറ്റ് പിന്തിരിഞ്ഞു പോയത്. उनके द्वारा काम करने वाले जो परमेश्वर से डर के उन लोगों ने जो है डर गए थे। കാരണം ദൈവത്തെ കുറിച്ചുള്ള ആ ഭീതി, ആ ഭയം ശത്രുക്കളുടെ മേൽ വന്നപ്പോൾ അവർ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകുന്നത് കാണുവാൻ കഴിയും. कि परमेश्वर के लिए जो हुआ था वो भय जो है उसकी वजह से वो लोग पीछे हटते हुए हमने देखा। അപ്പൊ ശത്രു നമ്മെ കണ്ടല്ല ഭയപ്പെടുന്നത്, നമ്മളിരിക്കുന്ന ദൈവത്തെ കണ്ട് ഭയപ്പെടും. तो शत्रु हमसे नहीं बल्कि हमारे अंदर देखने वाले परमेश्वर से भय मानते हैं। നമ്മളിരിക്കുന്ന ദൈവത്തെ കണ്ട് ഭയപ്പെടണമെങ്കിൽ നമ്മിലുള്ള ദൈവത്തെ നമ്മൾ വെളിപ്പെടുത്തണം. हमारे अंदर परमेश्वर जो है उनसे अगर भय मानना है तो वो हमें हमारे अंदर परमेश्वर का काम करना चाहिए। അപ്പോൾ ആ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോഴായിരിക്കും നമുക്ക് വിജയം ലഭിക്കുന്നതും ശത്രു പരാജയപ്പെടുന്നത്. तो परमेश्वर को भय मानेगा तो हमारे जीवन में जो है वो विजय प्राप्त हम कर पाएंगे। അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ യുദ്ധങ്ങൾ ജയിച്ചത് അവരുടെ ദൈവത്താലാണെന്ന് ശത്രുക്കൾ വരെ പറയും. वैसा इजराइल जन से वो युद्ध जीता है करके तो परमेश्वर से करके वो शत्रु तक बोलेगा। അപ്പോ അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ ആ ദൈവത്തെ ഭയപ്പെട്ട് ആമേൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ अगर इजराइल जन ऐसा परमेश्वर डर के जो है वो भय मान के आगे बढ़ने के समय ഇതാ അവരെ നടത്തിക്കൊണ്ടുവന്ന നേതൃത്വത്തിൽ നിന്ന് മോശ മരണപ്പെട്ടു. तो उनको जो अभी तक अगुवाई करने वाले जो थे उसके पीछे से मूसा वो जो है मृत्यु होगा। മോശ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഇസ്രായേൽ ജനത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എന്തെന്ന് ചിന്തിക്കുമ്പോൾ अगर मूसा मर जाता है तो इजराइल जन के बीच में भी यात्रा कैसे रहेगा करके सोचने के समय നമുക്കറിയാം ദൈവം യോശുവയെ തെരഞ്ഞെടുത്തു. हमें पता है परमेश्वर ने जो है योशू को चुना। യോശുവയോട് പറഞ്ഞത് ആമേ ഇനി ഈ ജനത്തെ നയിക്കേണ്ടത് നീയാണ്. अभी तुमने जो है इन लोगों को जो चलाने वाला भी तुम है। കാരണം യോശുവയെ കുറിച്ച് ദൈവവചനം പറയുന്നത്, क्योंकि योशू के बारे में परमेश्वर वचन कहता है, 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ जब पहला आयत अध्याय का पहला आयत पढ़ने के समय അവൻ മോശയുടെ ശുശ്രൂഷകനായിരുന്നു. वो लिखा है कि वो मूसा के साथ काम करता था। അപ്പൊ മോശയുടെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ അനുസരിക്കുന്ന, മോശയെ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു യോശുവ. तो मूसा का सेवक करके बोलने से मतलब वो ये है कि वो परमेश्वर को और मूसा को भी भय मानने वाला था योशू। അപ്പോ ആ യോശുവയെ ദൈവം തെരഞ്ഞെടുക്കുവാനുള്ള കാരണം, तो ये योशू को जो परमेश्वर जो है देने का कारण യോശുവ 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ हम जब योशू उसका हम 11 14 पढ़ने के 14-ന്റെ समय 14 का एक पढ़ने അവിടെ के समय നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, वहां पे हम ऐसा पढ़ते हैं,
നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. तो वहां पे लिखा है कि 11 का 14। 14:9 यहोशू 14 में 14 उसका 9वां आयत। तब उस दिन मूसा ने शपथ खाकर मुझसे कहा, तूने पूरी रीति से मेरे परमेश्वर यहोवा की बातों का अनुकरण किया है। इस कारण निस्संदेह जिस भूमि पर तू अपने पांव धर आया है वह सदा के लिए तेरा और तेरे वंश का भाग होगी। നോക്കിയേ, ആമേൻ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നത് കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു. देखिए, परमेश्वर से वो परमेश्वर के साथ रहने की वजह से परमेश्वर ने उसे चुना। ദൈവത്തോട് ചേർന്ന് ആരൊക്കെ നിന്നിട്ടുണ്ടോ, പറ്റിച്ചേർന്ന് ആരൊക്കെ നിന്നുണ്ടോ, അവരെല്ലാം ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. जो है परमेश्वर से जो कोई भी एकदम साथ रहा है वो सभी को परमेश्वर ने चुना है। ആമേൻ. ദൈവവചനപ്രകാരം നിന്നിട്ടുള്ള വ്യക്തി, ആമേൻ, കാലേബ് ദൈവത്തോട് കൂടെ ചേർന്ന് നിന്നു. കാലേബിനെ ദൈവം തെരഞ്ഞെടുത്തു. कालेब जो है परमेश्वर के साथ रखा है इसलिए परमेश्वर ने उसे चुने। അതെ, യോശുവ ദൈവത്തോട് ചേർന്ന് നടന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് യോശുവയെ ദൈവം തെരഞ്ഞെടുത്തു. तो परमेश्वर यहोशू को जो है यहोशू ने परमेश्वर की बात मानी इसलिए यहोशू को परमेश्वर के साथ रहा। ആമേൻ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരെ ദൈവം, ആമേൻ, നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ ജനത്തെ നയിക്കുവാനുള്ള ശക്തിയും ബലവും പകർന്നവരെ നയിക്കുന്നു. तो जो परमेश्वर के साथ रहता है परमेश्वर उनको वो शक्ति और बल देता है साथ चलने के लिए। ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത്, परमेश्वर वचन कहता है ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണ് ദൈവം, ആമേൻ, ഉപയോഗിക്കുന്നത്. परमेश्वर का जो बात मानता है परमेश्वर को जो करता है वही उनको परमेश्वर उपयोग करते हैं। കാരണം ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. तो परमेश्वर की जो बात मानते हैं उनसे परमेश्वर कर सकते हैं। അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവൻ ശുശ്രൂഷകനായിരുന്നു, അവൻ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. तो इसलिए वहाँ पे क्या है कि वो जो सेवा करने वाला व्यक्ति था। മാത്രമല്ല അവനെ കുറിച്ച് പറയുന്നത് അവൻ ആ കൂടാരം വിട്ടുപോകാതെ എപ്പോഴും കൂടാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. तो वहाँ पे वो कभी भी जो है वो परमेश्वर मंदिर छोड़े बिना हमेशा वहीं पे रहने वाला व्यक्ति था। അവനൊരു, ആമേൻ, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന, ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോശുവ. तो वो हमेशा प्रार्थना जीवन रखने वाला और हमेशा परमेश्वर के साथ रहने का जैसा जो है वैसा जिंदगी जीने वाला था यहोशू। ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു യോശുവ. परमेश्वर के लिए समर्पण करने वाले व्यक्ति था यहोशू। അപ്പോൾ ആ യോശുവയെ ദൈവം തെരഞ്ഞെടുത്തു അടുത്ത നേതൃത്വത്തിലേക്ക്. तो यहोशू को चुना गया था अगला इसके लिए। മാത്രമല്ല യോശുവയോട് പറഞ്ഞത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. वही नहीं बोला भी था कि कोई मनुष्य जो है तुम्हारी जिंदगी भर जो है तुम्हारे विरोध नहीं आएंगे। 1:6 പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. तो बोला है कि तुम्हें जो है धैर्य होना चाहिए, हिम्मत होना चाहिए करके। ആ കാരണം ഞാൻ നിന്നോട് സത്യം ചെയ്ത കാര്യങ്ങൾ ഞാൻ നിവർത്തിച്ചു തരും. तो बोला कि मैं तुम्हें जो है तुमने जो है पक्का किया है वो मैं करूंगा। അതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ നടത്തി കൊണ്ടുവന്ന മോശ മരിച്ചു. इसलिए इस्राएल जन को लेके आया मूसा मर गया। അവർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശം വിഭാഗിച്ചു കൊടുക്കേണ്ടത് നീയാ. तो तुम्हें जो है वायदा दिया हुआ वो जो बांट के दिया है वो तुझे दिया है मैंने। അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ദേശം വിഭാഗിച്ച് അളന്നു കൊടുക്കേണ്ടത് യോശുവയാ. तो वहां पे उनको जो है दिया हुआ देश को उनको माप करके देने का काम है यहोशू का। അപ്പൊ നോക്കിയേ, ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് യോശുവയെ ഏൽപ്പിച്ചിരിക്കുന്നത്. तो देखिए एक बड़ा जिम्मेदारी यहोशू को दिया जाता है। ഇസ്രായേൽ ജനങ്ങളെ ദേശത്തിൽ കൊണ്ട് എത്തിക്കണം. जो इस्राएल जन को उस देश में लेके जाना है। അവർക്ക് ആ ദേശം ദൈവം പറയുന്നത് പോലെ അളന്നു കൊടുക്കണം. जिसे परमेश्वर बोला है वैसा उनको करके भी देना है। അങ്ങനെയെങ്കിൽ ആ ഉത്തരവാദിത്വം യോശുവയ്ക്ക് കൊടുത്ത് ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ, वैसा है तो अगर परमेश्वर ने उनको वो दिया है और तो वो आगे बढ़ने के लिए യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഈ പ്രമാണ പ്രകാരം നടക്കണം. यहोशू एक बात बोला है कि तुम इसके अनुसार चलना करके। ഈ ന്യായ പ്രമാണത്തിലുള്ളതില് ആമേ ഒന്നും നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. ये जो न्याय के अलावा कुछ भी तुम्हारे जो है मुंह से नहीं निकलना चाहिए। ഇതൊക്കെ നീ പ്രമാണിച്ച് നടക്കണം. तो हाँ ये सब कुछ इसके समान तुम करना। മാത്രമല്ല രാവും പകലും നീ ഇതിനെ ധ്യാനിക്കണം. सिर्फ यही नहीं तुम दिन रात इसे मनन करना है। എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി തീരും.
तो तुम्हारा जो काम पूरा होगा और तुम जो है भला होगा। അതെ ആമേൻ. നമ്മുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യം സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പറയുന്നത് അനുസരിക്കുക. हाँ, हमारा काम अगर होना है तो परमेश्वर का व्यवस्था जो है उसे मानना है। നമുക്ക് എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. हम सभी लोग चाहते हैं कि हमारा काम हो जाए। എന്നാൽ പലപ്പോഴും ദൈവം പറയുന്നത് അനുസരിക്കുവാൻ അതിൻപടി നടക്കുവാൻ നമ്മൾ ഒരുക്കമായി തീരുന്നില്ല. लेकिन कई बार जब परमेश्वर से बोलते हैं वैसा करने के लिए हम तैयार नहीं होते हैं। അത് അനുസരണത്തിൽ കൂടെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. हाँ, हम जो है परमेश्वर की बात मानने से वो अनुग्रह प्राप्त कर सकते हैं। അപ്പോ ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ जब परमेश्वर हम जो है आगे को मानते हैं, അവൻ ദൈവവചനം പറഞ്ഞിരിക്കുന്ന സകല നന്മകളും നമുക്ക് പ്രാപിക്കാൻ കഴിയും. तो परमेश्वर कहता है कि सारे भलाई को तुम प्राप्त कर सकते हो। ദൈവവചനത്തിലുള്ള നന്മകൾ നമുക്ക് പ്രാപിക്കണമെങ്കിൽ अगर परमेश्वर के वचन में जो भलाई हमें प्राप्त करना है तो നാം ദൈവവചനം അനുസരിക്കേണ്ടി वരും. हमें परमेश्वर का वचन जो है हमें मानना होगा। അതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. भाई बोला है अगर तुम जो है बात को मानते हो तभी तुम अनुग्रह प्राप्त करते हो। കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണ്. क्योंकि इसे बोला हुआ सारा अनुग्रह हमारे लिए है। അപ്പോ അനുഗ്രഹം നമ്മൾ പ്രാപിക്കണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിക്കണം. तो हम अनुग्रह प्राप्त करते हैं तो वैसा उस व्यवस्था अनुसार होना चाहिए। അപ്പോ ആമേൻ യോശുവയെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനങ്ങളെ നയിക്കാൻ വേണ്ടി ദൈവം ആ, നിർത്തുമ്പോൾ तो परमेश्वर जो इस्राएल को ऐसा खड़ा रखने के समय യോശുവ ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങി. तो योशु जो है परमेश्वर की बात मानने लगा। അവൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ആമേൻ അത് പ്രാപിച്ചെടുക്കാൻ കഴിയും. तो परमेश्वर को जो है बात मानने से उनके जीवन में वो प्राप्त किया। അനുസരിച്ച് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. जो है आय को मान के चलना वो आसान काम नहीं है। കാരണം ആ മോശയുടെ ജീവിതം തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. तो क्योंकि मूसा का जिंदगी हम देखेंगे तो हमें पता चलता है। ആമേൻ. മോശയെ കുറിച്ച് പറയുന്നത് മോശയെ ദൈവം വിളിച്ചു. मूसा के बारे में बोला है कि मूसा को परमेश्वर ने बुलाया। പുറപ്പാട് പുസ്തകം നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ മോശയുടെ ആരംഭം മുതലുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കും. निर्गम में देखते हैं कि वो जो है मूसा का शुरुआत से बताया गया है। കാരണം മോശയുടെ ജനനം മുതൽ ആമേൻ മോശയുടെ മുന്നോട്ടുള്ള ജീവിതം ദൈവം വിളിച്ച് വേർതിരിച്ചത് അവന്റെ പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും. तो वो जो परमेश्वर ने उनको बुला के अलग किया है वो हम देख सकते हैं। എന്നാൽ മോശയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. परंतु मूसा के बारे में प्रेरित पौलुस कहता हुआ एक बात है। നമുക്കറിയാം എബ്രായർ 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ हम इब्रानी किताब उसका हम पढ़ने के समय മോശ വളർന്നത് വിശ്വാസത്താലാണ്. तो मूसा जो बड़ा था विश्वास से है। ആമേൻ. മോശ വിശ്വാസത്താൽ വളർന്നു എന്ന് വായിക്കുന്നു. मूसा विश्वास से बड़ा करके वहां पे हम देखते हैं। അതുകൊണ്ട് ആമേൻ ലോകത്തിന്റെ താൽക്കാലികമായ അനേക നന്മകൾ പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. इसीलिए जो है दुनिया का जो है बात वो देखने नहीं गया। അവൻ ദൈവജനത്തോടു കൂടെ ആമെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു. परमेश्वर के लिए उसने कष्ट उठाया करके हम देखते हैं। നോക്കിയേ, അവൻ കഷ്ടത തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. देखिए वो कष्ट जो है उसने चुना हुआ व्यक्ति करके हम देखते हैं। പുറപ്പാട് പുസ്തകം പറയുന്നത് ദൈവം അവനെ വിളിച്ച് വേലയ്ക്കായി വേർതിരിക്കുമ്പോൾ तो परमेश्वर वचन कहता है कि जो है बुलाकर उनका जो काम के अलग करने के समय ആദ്യം അവൻ പലവിധമാകുന്ന ഒഴിവ് കഴിവുകൾ പറഞ്ഞു. पहले उसने सब कुछ जो है जो हो सकता है बहाना दिया। അവനെ കൊണ്ട് പറ്റത്തില്ലെന്നുള്ള പല കാരണങ്ങൾ അവൻ നിരത്തി. उनसे नहीं होगा वो कारण उन्होंने बताया। എന്നാൽ ദൈവം പറഞ്ഞത് ആമേൻ അതല്ല എനിക്ക് ആവശ്യം. परंतु परमेश्वर कहता है कि वो मुझे नहीं चाहिए। ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ मैं परमेश्वर व्यक्ति को बुलाने के समय അവന്റെ കഴിവല്ല ദൈവം നോക്കുന്നേ. तो वो परमेश्वर जो है उनका जो है जो कर सकते हैं क्या वो नहीं देखते हैं। അവന്റെ കഴിവ് കേടിനെയാണ് ദൈവം നോക്കുന്നത്. वो जो काबिलियत नहीं है उस बात को देखते हैं। അതെ, കഴിയാത്ത ഒരു വ്യക്തിയെ, കഴിയില്ലെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയെയാണ് ദൈവം തേടുന്നത്. हाँ, वो नहीं होगा करके जो होता है उसको परमेश्वर देखते हैं। ആമേൻ. കാരണം ആ വ്യക്തിയെ കൊണ്ടൊന്നും കഴിയില്ല എങ്കിൽ ആ വ്യക്തിയിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. तो वो परमेश्वर से जो है उस व्यक्ति से कुछ करने नहीं होगा, परमेश्वर की तरह करने होगा। അതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ദൈവത്തിന് നമ്മിൽ കൂടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. तो हमें कुछ होगा करके जो है अगर देखेंगे वैसा नहीं, बल्कि परमेश्वर हमें जो है सहायता करेंगे।
അത് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ हाँ, परमेश्वर को जो काम करने के लिए जब हम देने के समय, അവിടെ നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ ഒന്നും അവിടെ ആവശ്യമില്ല. तो वहां पे हमारा जो कुछ भी बुद्धि या हमारा कुछ वहां पे नहीं होता है। അത് അത് നമ്മുടേതായ ഒന്നും അവിടെ ആവശ്യമില്ല. तो हमारा कुछ भी वहां पे जरूरत नहीं है। ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. परमेश्वर को काम करना है तो परमेश्वर का जो है हम उसके लिए देना चाहिए। എബ്രായർ 11:25 പറയുന്നത് इब्रानी किताब उसमें हम देखते हैं 25 में, അവൻ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ചെയ്തു. जो है वो फैरो जो है उसका धन को देख के वो भी उसको छोड़ दिया था। മാത്രമല്ല 26 പറയുന്ന മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയത്. तो वहां पे और बोलता है कि 26 में कि वो अपना जो है मसीह का धन को सोच के ये उसने छोड़ दिया करके। എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകലത്തിനേക്കാളും ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്നതാണ് ലാഭമെന്ന് അവൻ എണ്ണി. मतलब ये कि जो है इस दुनिया का धन से भी ज्यादा मसीह का जो है वही भंडार ज्यादा है करके समझा। ആമേൻ. അപ്പോ കാണാത്തൊരു ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. तो जो है परमेश्वर का काम के लिए हमें देना है। 27 വാക്യം പറയുന്നത് 11:27 പറയുന്നത് എബ്രായർ इब्रानी किताब उसका 11 का 17 में कहता है 27 വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകും. 27 में कहते हैं कि विश्वास ही से राजा के क्रोध से ना डर कर उसने मिस्र को छोड़ दिया, क्योंकि वह अनदेखे को मानो देखता हुआ डर रहा। ഇവിടെ പറയുന്നത് രാജാവിന്റെ കോപം ഭയപ്പെടാതെ. यहाँ पे बोला है कि जो राजा का जो है प्रकोप से डर नहीं डरते हुए। ദൈവത്തെ കാണാതിരുന്നപ്പോൾ അവൻ പേടിച്ച് ഓടിപ്പോയവനാ. तो परमेश्वर का जो है वो देखने के समय वो डर के भागा हुआ व्यक्ति है। അവന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടാതിരുന്നപ്പോൾ അവൻ പേടിച്ച് ഓടിപ്പോയവനാ. उनके जीवन में जो परमेश्वर प्रकट नहीं हुए तो वो डर के भागा हुआ व्यक्ति है। അവൻ ദൈവത്തെ കണ്ടപ്പോൾ അവന്റെ ഭയമെല്ലാം മാറിപ്പോയി. और परमेश्वर को देखा तो उनका भय सब दूर हो गया। അവൻ ദൈവ സ്നേഹം അനുഭവിച്ചപ്പോൾ ലോകത്തിന്റെ ഭയം വിട്ടുമാറി. वो परमेश्वर का प्रेम जब अनुभव करने के समय वो डर के भाग गया। തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. जो है भरा हुआ प्रेम जो है डर को भगा देता है। അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഭയമെല്ലാം നീങ്ങിപ്പോയി. उनका जीवन में हुआ भय सब वो दूर हो गया। ഇന്നലെ വരെയും പേടിച്ചിരുന്നവൻ ഇന്ന് രാജാവിനെ പോലും ഭയമില്ലാത്തവനായി തീർന്നു. कल तक जो डरने वाला आज राजा को डरता नहीं है। എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. क्यों ऐसा है? क्योंकि परमेश्वर को उसने देखा है। അദൃശ്യനായ ദൈവത്തെ അവൻ മുഖാമുഖം കണ്ടു. अदृश्य परमेश्वर को उसने देखा है। ആ ദൈവവുമായിട്ട് അവൻ സംസാരിച്ചു. वो परमेश्वर से बात किया है। ആ ദൈവവുമായിട്ട് സംസാരിച്ചപ്പോൾ അവന്റെ സകല ഭയവും അവനിൽ നിന്ന് മാറിപ്പോയി. वो परमेश्वर से बात किया है तो सारा भय जो है वो दूर हो गया। അതാ ദാവീദ് പറഞ്ഞത് അവൻ എന്നെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. वही दावीद कहता है कि वो सारे जो है भय से मुझे दूर किया है। നമ്മുടെ ജീവിതത്തിലുള്ള ഭയങ്ങൾ മാറണമെങ്കിൽ ദൈവവുമായിട്ട് സംസാരിക്കണം. हमारे जीवन का जो भय बदलना है, डर हटना है, तो हमारे जीवन में जो है वो परमेश्वर का होना चाहिए प्रेम। ആ ദൈവത്തിന്റെ ദർശനം ഒന്ന് പ്രാപിച്ചാൽ മതി. और परमेश्वर का दर्शन हमें प्राप्त करना है। നമ്മുടെ ഉള്ളിലുള്ള സകല ഭയങ്ങളും വിട്ടുമാറും. तो हमारे दिल के सारे डर जो है बदल जाने, भाग जाने। മോശ ആമേൻ ആ ഭയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ मूसा जो है उस भय से दूर होने के समय അവൻ രാജാവിനോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. तो परमेश्वर से राजा से बात सीधे बात करने लग गया। അവൻ രാജാവിനോട് സംസാരിച്ചത് അവന്റെ ഭയം മാറിയതുകൊണ്ടാണ്. तो राजा से बात की कि उनका भय खत्म हट गया इसीलिए। ആമേൻ. അതുകൊണ്ട് അവൻ ധൈര്യസമേതം ആമേ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീർന്നു. इसलिए वो धैर्य होकर परमेश्वर के लिए रुक पाया। അപ്പോ ഇന്നലെ വരെയും പേടിച്ചിരുന്നവൻ ഇന്ന് പേടിയില്ലാതെ രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങി. तो अभी तक जो डर रहा था आज वो बिना डरे वो कर पा रहा है। അതിന്റെ കാരണം അവൻ ദൈവത്തെ കണ്ടതുകൊണ്ട്. तो क्योंकि कारण ये कि उसने परमेश्वर को देखा। അതെ, ദൈവത്തെ നമ്മളൊന്ന് മുഖാമുഖം കാണുമ്പോൾ तो जब परमेश्वर को जब हम देख पाते हैं, ദൈവവുമായിട്ട് നാം സംസാരിക്കുമ്പോൾ जब परमेश्वर से हम बात कर पाते हैं, സകല ഭയവും നമ്മിൽ നിന്ന് ഓടിപ്പോകും. सभी डर हमसे दूर हो जाता है। അങ്ങനെ ദൈവത്തിന് വേണ്ടി നിന്ന മോശ, ऐसा परमेश्वर के लिए रुका हुआ मूसा, ദൈവത്തിന്റെ ആമേൻ വാക്ക് കേട്ട് ദൈവത്തിന് വേണ്ടി നിലനിന്ന മോശ
परमेश्वर का बात सुन के परमेश्वर के रुका हुआ मूसा പലപ്പോഴും നിരാശയും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. परमेश्वर का जो है कई बार मुश्किल समस्या आया, അവന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ എല്ലാം അവൻ തരണം ചെയ്തു. उनके जीवन में आया, सभी कुछ को उसने पार किया. ആമേൻ. ആ ഇസ്രായേൽ ജനങ്ങളെ ഇതാ യോർദാന്റെ അടുക്കലോളം എത്തിച്ചു. तो इसराइल जन को जो है योरदान के वहां तक लेके आए. ആമേൻ ആമേൻ. ഈ എരിഹോവ് ആമേൻ യോർദാൻ ഈ പ്രതിസന്ധികളുടെ മധ്യേ വരുമ്പോൾ जो है यरीहो योरदान इसके बीच में आने के समय അപ്പോ അവിടെ വെച്ച് ഇതാ മോശ ദൈവത്തിന്റെ കൂടെ ദൈവം മോശയെ എടുക്കപ്പെടാനിടയായി. तो वहां पर परमेश्वर ने मूसा को उठा लिया. അടുത്തിനി മുന്നോട്ട് നയിക്കുവാൻ ഇതാ ദൈവം യോശുവയെ നിയമിച്ചു. तो जो है उनको आगे बढ़ाने के लिए योशा ने काम किया. ആമേൻ. യോശുവയോട് ദൈവം പറഞ്ഞത് യോശുവ അനുസരിച്ചു. यहोशू बात किया, जो परमेश्वर ने वैसे किया. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ इसीलिए क्या हुआ करके बोलने के समय യോശുവയുടെ അവസാന കാലം വരെയും അവൻ ദൈവസേനയിൽ വിശ്വസ്തനായിരുന്നു. यहोशू का हम देखते हैं अंत तक वो परमेश्वर के चरणों में वो विश्वस्त था. അവൻ ആമേൻ ഈ സർവ്വ ജനത്തെയും കൂട്ടിവരുത്തി അവരോട് സംസാരിക്കാനിടയായി. वो सारे जन को लेकर आके वो बात करता हम देख पाते हैं. അത് ഇന്നുവരെയും ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ അതുപോലെ ചെയ്തു. जो है आज तक जो परमेश्वर ने मुझे भेजा जो दिया है वो मैंने किया करके वो हुआ है. അവൻ സകല ഇസ്രായേൽ ജനങ്ങളോട് സംസാരിക്കുന്നത് वो सारे इस्राएल जन से जो बात करता है നമുക്ക് യോശുവയുടെ 24 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. हम यहोशू का जो है हम पढ़ सकते हैं देख के. ആമേൻ. അവൻ ദൈവത്തിനും മനുഷ്യനും മുമ്പാകെ ഒരു കല്ല് എടുത്തു വെച്ച് അവനൊരു സാക്ഷ്യം അവിടെ പ്രഖ്യാപിച്ചു. वो वहाँ पे हम देखते हैं कि वो परमेश्वर के लिए जो है एक पत्थर रखे गवाह वहाँ पे देखता है അത് रखता है. ഇന്നുവരെയും എന്നെ നടത്തിയ ദൈവം. अभी तक जो हमें चलाया परमेश्वर, ആമേൻ. ദൈവം എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. जो परमेश्वर ने मुझे बोला वो सब कुछ मैंने माना है. ഞാൻ നിങ്ങൾക്കും ദൈവത്തിനും വേണ്ടി ഇടിവിൽ നിന്നു. तुम्हारे लिए परमेश्वर के लिए मैंने बीच में रुका. ഇന്നുവരെയും ഞാൻ ദൈവത്തെ സേവിച്ചു. अभी तक जो मैंने बात किया. ഇനി എന്റെ സമയം ഇവിടെ ഇതാ പൂർത്തിയായി. तो अभी मेरा समय जो है यहाँ पे पूरा हुआ है. ഇനി നിങ്ങൾ ഈ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. अभी तुम जो है ये परमेश्वर को देख के जो है आयकारी होके तुम्हें जीना है. ഈ ദൈവത്തെ നിങ്ങൾ തള്ളിക്കളയരുത്. ये परमेश्वर को तुम्हें छोड़ना नहीं है. ജാതികളുടേതായ യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരരുത്. जाति का कुछ भी तुम्हारे बीच में नहीं आना चाहिए. ആമേൻ. ഈ ദൈവത്തെ തന്നെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം. तुम्हें ये जो है परमेश्वर को ही तुम्हें अनुसरण करना है. ആമേൻ എന്ന് ജനത്തോട് സംസാരിച്ചിട്ട് वैसे लोगों से बात करके ആമേൻ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. मैं और मैं जो है परमेश्वर को जो है सेवा करूंगा. പക്ഷെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. लेकिन तुम किसी को भी चुन सकते हैं. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. तुम जो है तुम्हारे हिसाब से तुम जी सकते हैं. പക്ഷെ ഈ ദൈവം തീഷ്ണതയുള്ള ദൈവം. परंतु ये जो है परमेश्वर जो है देखने वाला करने वाला परमेश्वर है. ആമേൻ. ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. ये परमेश्वर जो है आग से तुम्हें भस्म करने वाला परमेश्वर है. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ ജീവിച്ചില്ല എങ്കിൽ तो इस परमेश्वर के जो अनुग्रह के अनुसार तुम नहीं जिएंगे तो आगे का अनुसार നിങ്ങൾ തിന്മ ചെയ്താൽ അവൻ നിങ്ങളെ നശിപ്പിക്കും. तुम अगर गलत करोगे तुम्हें नाश करेंगे. കാരണം ഈ ദൈവം പരിശുദ്ധ ദൈവമാണ്. क्योंकि ये जो परमेश्वर है वो पवित्र परमेश्वर है. യോശുവ 24 അധ്യായത്തിന്റെ 19 വാക്യം വായിക്കുമ്പോൾ तो हम जब यहोशू किताब हम पढ़ने के समय യോശുവ ജനത്തോട് പറഞ്ഞത് यहोशू जनों से लोगों से कहा നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. तुम परमेश्वर को नहीं कर सकते हो सेवा. ആമേൻ. അവൻ പരിശുദ്ധ ദൈവമാണ്. वो पवित्र परमेश्वर है. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. वो जलन रखने वाला परमेश्वर है. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. वो तुम्हारे अपराध और पाप क्षमा नहीं करता है करेगा. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ क्योंकि तुम अगर परमेश्वर को छोड़ के दूसरे देवता को तुम अगर आराधना करोगे तो അത് ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തില്ല. परमेश्वर तुम्हें क्षमा नहीं करेंगे. എന്നാൽ നിങ്ങൾ അനുസരണമുള്ളവരായി തീർന്നാൽ परंतु तुम अगर जो है आय को मानते हो तो ആമേൻ. ആ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. तो वो परमेश्वर हमारे साथ रहेंगे.
ആമേൻ. യോശുവ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചു. यहोशू जो है परमेश्वर से उसने जो है परमेश्वर के साथ उन्होंने वो वादा बांधने के लिए कराया। ഈ ദൈവത്തെ വിട്ടു മാറത്തില്ല, ഈ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാമെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. तो परमेश्वर से जो है वो ये उन लोगों से വാ- वादा कराया, വാചകം. वाचा ആമേൻ बांधा। എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അവരെ ദൈവസന്നിധിയിൽ അവരെ ആമേൻ യോശുവ പ്രോത്സാഹിപ്പിച്ചു. मतलब ये कि परमेश्वर के चरणों में रुकने के लिए मूसा ने उसको जो है प्रोत्साहन दिया उन लोगों। ആമേൻ. യോശുവ ആമേൻ ദൈവത്തിന് വേണ്ടി നിന്നതുപോലെ यहोशू एक साथ एक रुखा बोल के ആമേൻ യോശുവ ജനത്തെയും അതുപോലെ നടത്തുവാൻ ഇടയാക്കിയിരുന്നു. यहोशू वैसे ही जो है जनों लोगों को भी चलाया है। ഇസ്രായേൽ ജനത്തെ നടത്തിയ നേതൃത്വത്തിൽ നിന്ന് യോശുവ കാണിച്ചു കൊടുത്തതുപോലെ जैसे इसराइलियों को दिखाया हुआ जैसे, അവ ഇന്നും നാമും മറ്റുള്ളവരെ അതുപോലെ നടത്തേണ്ടതാണ്. वैसे आज भी हम जो है दूसरों को चलाना चाहिए। ആമേൻ. നമ്മെ നോക്കി നമ്മുടെ പിന്നാലെ വരുന്ന ജനമുണ്ട്. हमें देखकर हमारे पीछे आने वाले लोग हैं, ആ ജനത്തിന് നമ്മളൊരു മാതൃകയായിരിക്കണം. वो लोगों के लिए हम जो है हम एक ആദർശ रोल मॉडल നമൂന. होना चाहिए, नमूना होना ആമേൻ. चाहिए। ആമേൻ. അവർക്ക് ഒരു മാതൃകയായി നമ്മൾ മാറുമ്പോൾ हम जब उनके लिए एक नमूना बनते हैं, ആമേൻ പത്രോസ് പറയുന്നു, ആമേൻ ക്രിസ്തു നമുക്ക് മാതൃകയായിരുന്നത് പോലെ जैसे मसीह हमारे लिए एक नमूना बने थे, നാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കേണ്ടതാണ്. वैसे हम भी उनके लिए एक नमूना बनना है। നമ്മെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ അനുകരിക്കണം. हमें देखकर दूसरे लोग जो है अनुकरण करना है। നാം അനുസരണമുള്ളവരായി തീരുമ്പോൾ हम जब बात मानने वाले बनते हैं ആമേൻ നമ്മെ കണ്ട് മറ്റുള്ളവരും ദൈവത്തെ അനുസരിക്കും. तो हमें देख के दूसरे भी मानेंगे। ഇന്ന് ആമേൻ അങ്ങനെയാണോ സംഭവിക്കുന്നത്? क्या आज वैसे हो रहा है? ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. परंतु आज हम अपने आप को ही जरा जो है जांचते हैं। നാം ഒരു മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ हम जो है एक जीवन जीने के लिए ആമേൻ നമ്മെ കണ്ട് മറ്റുള്ളവരും ദൈവത്തെ ഭയപ്പെടുവാൻ हमें देखकर बाकी लोग भी भय मानने के लिए പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവീൻ. पौलुस कहता है कि जैसा मैं मसीह में एक अनुकरण वैसे तुम भी अनुकरण बनो। അത് ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും, നിങ്ങളും എന്റെ അനുകാരികളാകുവീൻ? तो आज के दिन कह सकते हैं कि तुम भी मेरे अनुकरण बनोगे। ആമേൻ. നിങ്ങളും എന്നെ അനുസരിച്ച് എന്നെ പോലെ ആകുവീൻ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? तुम भी मुझे मानकर मेरे सलाम करो करके कितने दिन बोल पाएंगे? യോശുവ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇന്ന് ഒന്നും ചതുവായിട്ട് വാങ്ങിയിട്ടില്ല. जो है यीशु कहता है कि मैं कुछ भी जो है तुम्हारे विरुद्ध नहीं करूंगा। എന്നെ ഇന്നയോളം നടത്തിയ ദൈവം എനിക്ക് തന്നതെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. अभी तक जो परमेश्वर मुझे दिया है उसको मैं खुशी से लिया हूँ। ഞാൻ നിങ്ങൾക്ക് ഭാരമായിട്ടൊന്നും തന്നില്ല. मैं तुम्हें कुछ भी जो है बोझ जैसा नहीं दिया। ദൈവം പറയാത്തതൊന്നും ഞാൻ നിങ്ങളെ കൊണ്ട് പറയിച്ചില്ല. परमेश्वर ने बोला कुछ भी जो है, परमेश्वर जो नहीं बोला है वो कुछ भी मैंने नहीं बोला है। ദൈവം പറയാത്തതൊന്നും ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. जो परमेश्वर नहीं बोला कुछ भी बात मैंने करने नहीं लगाया है। ഇതുവരെയും ദൈവം പറഞ്ഞത് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. अभी तक जो बोला है वही मैंने किया है। ആമേൻ. യോശുവ ഒരു സത്യസന്ധനായി ദൈവസന്നിധിയിൽ നിന്നു. वहां पे यहोशू एकदम सही रीति से वहां पे वो खड़ा रहा। ഈ ദിവസങ്ങളിൽ നമുക്കും അങ്ങനെ ആയിത്തീരാം. इन दिनों में हम भी वैसा बनेंगे, ആമേൻ. ആമേൻ. ഒരു യോശുവയെ പോലെ एक यहोशू के समान വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കാം. विश्वस्त होके हम खड़े रहेंगे। ആരും നമ്മെ കുറിച്ച് ഒരു ദോഷം പറയുവാൻ ഇടവരുത്താതെ कोई भी हमारे बारे में एक दोष ना कहते हुए, ദൈവസന്നിധിയിൽ ആമേൻ കുറ്റപ്പെടുത്താതിരിക്കാൻ जो है परमेश्वर के चरणों में जो है वे लोग एक दूसरे को कुछ नहीं बोलने के लिए, ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി നിൽക്കുവാൻ परमेश्वर के सामने बिना गुनाह के रहने के लिए ആമേൻ നമ്മെ ഭരമേൽപ്പിച്ചു കൊടുക്കാം. हम अपने आप को देते हैं। ഇന്ന് പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. इन दिनों में परमेश्वर के हाथ में अपने आप को देते हैं। ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. एक एक बार हम प्रार्थना करते हैं, ആമേൻ. നമുക്ക് നമ്മെ ഒന്ന് പരിശോധിച്ചാട്ടെ. अपने आप को हम जांचते हैं। യോശുവയെ പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ? क्या यहोशू के समान हम बोल सकते हैं? ഇന്നുവരെയും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. अभी तक परमेश्वर के चरणों में विश्वस्त था ഇനിയും ജീവിക്കുന്ന കാലം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കും और भी जीवित है तब तक परमेश्वर के सामने विश्वस्त रहूंगा। എന്ന് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയുമോ? क्या हम बोल सकते हैं ऐसे? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. नहीं तो हम समर्पण करते हैं।
കാരണം നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. क्योंकि हमारा परमेश्वर क्षमा करने वाला परमेश्वर है। നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. तो हमारा जब भी गलतियां बोलने के समय परमेश्वर वो क्षमा करते हैं। നമ്മെ ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. हम जैसे हैं वैसे हम देने के समय हमें अनुग्रह करने वाला परमेश्वर है। നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ ദൈവശക്തനാണ്. हमारा सब कुछ जो है पूरा करने के लिए परमेश्वर शक्तिमान है। നമ്മുടെ സകല പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ ദൈവശക്തനാണ്. हमारा प्रार्थना का जो है उत्तर देने के लिए परमेश्वर शक्तिमान है। ഇന്ന് പകൽക്കാലം പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കാമോ? क्या हम पूरी तरह से विश्वास कर सकते हैं? പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാമോ? हम समर्पण कर सकते हैं? കർത്താവേ, നിന്റെ പ്രവൃത്തികളൊന്നും വ്യർത്ഥമല്ല. परमेश्वर तुम्हारा कुछ भी काम व्यर्थ नहीं है। നീ നിന്റെ സകല ഉദ്ദേശങ്ങളും അത് സാധിക്കുന്നു. वह सब उद्देश्य जो है वो होता है। അങ്ങ് കൽപ്പിക്കുന്നതൊക്കെയും അത് പ്രവർത്തിക്കുന്നു. अब जो आगे देते हैं वो सब होता है। എന്റെ ജീവിതത്തിലും അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे जीवन में भी आप काम करे करके विश्वास करता हूँ। ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ ഏറ്റുപറയാൻ കഴിയും? कितने जन आज तुम्हें बोल सकते हैं? ഇതുവരെയും മറുപടി ലഭിക്കാത്ത വിഷയങ്ങൾ अभी तक जवाब नहीं मिला विषयों में, ഈ ദിവസങ്ങളിൽ അതിന് മറുപടി ലഭിക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? इन दिनों में उसमें जवाब मिला करके कितने जन बोल सकते हैं? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? कितने लोग विश्वास कर सकते हैं? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അത് കാണും. ऐसे तो इन दिनों में तुम देखोगे। ഇതുവരെയും ലഭിക്കാത്ത ചില മറുപടികൾ, अभी तक नहीं मिला हुआ कुछ जवाब, ഇതിന് മറുപടി ലഭിക്കുമോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട നിമിഷങ്ങൾ, अभी तक जवाब नहीं मिला चिंता करके व्याकुल होने के समय, അതിനെല്ലാം മറുപടി നൽകുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുക. उस सब के लिए जवाब देने के लिए परमेश्वर तैयार होके बैठे हैं। ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? क्या तुम ये विश्वास कर सकते हो? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ? क्या हम प्रार्थना कर सकते हैं? നമുക്ക് അനുസരണമുള്ളവരായി തീരാം. तो हम भी जो है बात मानने वाले बने। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. और आज आइए हम प्रार्थना करते हैं। അതെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകും. परमेश्वर तुम्हारे जीवन में काम करने वाले हैं। വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാട്ടെ. विश्वास से हम प्रार्थना करें। വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാട്ടെ. विश्वास से हम प्रार्थना करें। നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിന്റെ മറുപടി കാണും. निश्चय तुम जो है इसका जो है जवाब मिलेगा। അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാനിത് പ്രാർത്ഥിക്കാൻ പോവാ. ऐसे विश्वास करने वालों के लिए हम प्रार्थना करने वाला है। സ്വർഗ്ഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, हे स्वर्गीय पिता हमारा अच्छा परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ये अच्छे समय के लिए हमें धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. जो है इन दिनों में जो हमसे बातें के वचन के लिए धन्यवाद देते हैं। മോശ ദൈവത്തോട് നിന്നതുപോലെ, मूसा सा परमेश्वर के लिए खड़ा था, യോശുവ ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ, जैसे यहोशू परमेश्वर के लिए खड़ा था, ആമേൻ, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ परमेश्वर उनके जीवन में काम किए जैसे ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഈ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. आज सुबह के समय हमको भी आपके हाथों में समर्पण करते हैं। ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ इन दिनों में प्रार्थना करने वाले विषयों के ऊपर ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. परमेश्वर का शक्ति जो है हो। ഇതുവരെയും ലഭിക്കാത്ത വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മറുപടി ലഭിക്കട്ടെ. अभी तक जो है नहीं मिला हुआ उसमें जो है जवाब मिले। ആമേൻ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. आज हम प्रभु यीशु मसीह के नाम से प्रार्थना करते हैं। അതെ, പുത്രന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് നൽകി തരുമെന്ന് വാഗ്ദത്തമുള്ളതിനാൽ तो क्योंकि जो है पुत्र के द्वारा वो वायदा दिया हुआ, इसीलिए ആമേൻ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. हम यीशु मसीह के नाम से प्रार्थना कर रहे हैं। ആമേൻ. ലഭിക്കാതിരുന്ന സകല വിഷയത്തിന്റെയും മറുപടി ഈ ദിവസങ്ങളിൽ അവർ പ്രാപിച്ചെടുക്കട്ടെ. जो नहीं मिला हुआ सारे चीजों का उत्तर वो मिले। ഇനിയും നിരാശപ്പെടുവാനോ ക്ഷീണിക്കുവാനോ അല്ല. अभी निराश होकर या मुश्किल में नहीं जाते हुए ആമേൻ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുകയാണ്. आज हम प्रार्थना करते हैं। യേശുവിന്റെ നാമത്തിൽ അതിന് മറുപടി ലഭിക്കട്ടെ. तो परमेश्वर के नाम से उसका जो है जवाब मिले। അവർ വിശ്വാസത്തോടെ സാക്ഷി പറയുവാൻ തക്കവണ്ണം वो विश्वास से जो है गवाही बोले ऐसा। ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. यीशु मसीह के नाम से हम प्रार्थना करते हैं। എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. सभी को परमेश्वर के हाथ में समर्पण करते हैं। വചനം ശ്രവിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. वचन वो सभी लोगों को आप अनुग्रह करिए। ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. हम अनुग्रह की प्रार्थना करते हैं। കൂടി വന്ന എല്ലാ ജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आए सभी लोग को आपके हाथों में समर्पण करते हैं। എല്ലാ ദൈവദാസന്മാരെയും ആമേ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചാട്ടെ.
सभी लोगों को अनुग्रह करना इसलिए प्रार्थना करते हैं। അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ കൃപയ്ക്കായി സ്തോത്രം. जो प्रार्थना जवाब दिया से धन्यवाद देते हैं। ഞങ്ങളെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. हमें परमेश्वर बल दिया से धन्यवाद देते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना से धन्यवाद प्रभु यीशु मसीह के नाम से ही। ആമേൻ.